സബ്സ്റ്റൻസസ് റിസംബ്ലിങ് ബ്ലഡ് സ്റ്റെയിൻ. എന്തൊക്കെ സാധനങ്ങളാണ് ബ്ലഡ് സ്റ്റെയിൻ പോലെ റിസംബിൾ ചെയ്യുന്ന സാധനങ്ങൾ? അതിൻ്റെ അകത്ത് ഒരു സാധനമാണ് മിനറൽ സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ മിനറൽ സ്റ്റെയിനിൻ്റെ അകത്ത് റെഡ് ലെഡ് അതുപോലെ തന്നെ ഈ അയണിൻ്റെ ഓക്സൈഡ്സുകൾ, സൾഫൈഡ്സ് ഓഫ് മെർക്കുറി, അതുപോലെ തന്നെ റസ്റ്റ് സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഈ കത്തിയിലുള്ള നൈഫ്സിൽ റസ്റ്റ് സ്റ്റെയിൻ, അതുപോലെ തന്നെ സ്റ്റീൽ വെപ്പൺസിൽ, ഇതെല്ലാം ബ്ലഡ് സ്റ്റെയിൻസ് ഉണ്ടാവും. എന്താണ് ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ, ഈ റസ്റ്റ് സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തുരുമ്പെടുത്ത സ്റ്റെയിന് ഒരിക്കലും ഡാർക്ക് ആവില്ല. ഡസ് നോട്ട് ഹാവ് എ ഡാർക്ക് ആൻഡ് ഗ്ലേസ്ഡ് അപ്പിയറൻസ്. ഒത്തിരി ഡാർക്ക് കളർ ഉണ്ടാവില്ല ബ്ലഡിനെ പോലെ. അടുത്ത സ്കെയിൽസ്. ഇഫ് ദർ ഈസ് ബ്ലഡ് സ്റ്റെയിൻ ഓൺ വൺ സൈഡ് ഓഫ് എ നൈഫ് ബ്ലേഡ്, ഒരു സൈഡിൽ ബ്ലഡ് സ്റ്റെയിൻ ഉണ്ടെങ്കിൽ ഹീറ്റിംഗ് ദ ഓപ്പോസിറ്റ് സൈഡ് വിൽ ഇറ്റ് കോസ് ഇറ്റ് ഫോൾ ഓഫ് ഇൻ സ്കെയിൽസ്. റസ്റ്റ് സ്റ്റെയിന് ഡു നോട്ട് ഫോൾ ലൈക്ക് ദിസ്. ഈ തുരുമ്പെടുത്ത സ്റ്റെയിൻ ഒരിക്കലും അങ്ങനെ വീഴത്തില്ല. മനസ്സിലായോ? നമ്മുടെ ഒരു കത്തിയിൽ ബ്ലഡ് സ്റ്റെയിൻ ഒരു സൈഡിലുണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ചൂടാക്കുന്നു. അത് ചൂടാക്കുമ്പോൾ ഹീറ്റിംഗ് ദ ഓപ്പോസിറ്റ് സൈഡ് വിൽ കോസ് ഇറ്റ് ഫോൾ ഓഫ് ഇൻ സ്കെയിൽസ്. റസ്റ്റ് സ്റ്റെയിന്, നമ്മുടെ തുരുമ്പെടുത്ത സ്റ്റെയിന് അങ്ങനെ പോകത്തില്ല. റസ്റ്റ് സ്റ്റെയിൻ അതുപോലെ തന്നെ നമ്മുടെ ഈ ഡൈല്യൂട്ടായിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡിൽ സോല്യുബിൾ ആയിരിക്കും. മനസ്സിലായോ? അതുപോലെ തന്നെ റസ്റ്റ് സ്റ്റെയിന് പോസിറ്റീവ് ടെസ്റ്റ് കാണിക്കും ഫോർ അയൺ ഓക്സൈഡ്. അപ്പോൾ നമ്മുടെ മിനറൽ സ്റ്റെയിൻ അതുപോലെ ഇരിക്കാം, ബ്ലഡ് പോലെ ഇരിക്കാം, റസ്റ്റ് സ്റ്റെയിൻ അതുപോലെ ഇരിക്കാം, സിന്തറ്റിക് ഡൈ സ്റ്റെയിൻ. ഡിഫറൻസ് എന്ന് പറയുന്നത് ആഡ് HNO3 നൈട്രിക് ആസിഡ് അങ്ങോട്ട് ആഡ് ചെയ്യുക. ഈ നൈട്രിക് ആസിഡ് അങ്ങോട്ട് ആഡ് ചെയ്യുമ്പോൾ ഇത് മഞ്ഞ കളറിലേക്ക് പോകും. എന്നിട്ട് ഒരു സ്ട്രോങ് സൊല്യൂഷൻ ഓഫ് ആൽക്കലിയോട് ആഡ് ചെയ്യുക, ഒറിജിനൽ കളർ വീണ്ടും കിട്ടും. മനസ്സിലായോ? അതുപോലെ തന്നെ ഈ സിന്തറ്റിക് ഡൈൻ്റെ ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നൈട്രിക് ആസിഡ് ആഡ് ചെയ്യുക, അപ്പോഴേ കളറാണെങ്കിലല്ലോ മഞ്ഞ കളറാകും. അതുപോലെ തന്നെ ആൽക്കലി ആഡ് ചെയ്യുക, ഒറിജിനൽ കളറ് റീസ്റ്റോർഡ് ആയി കിടക്കും. ഇനിയിപ്പം വെജിറ്റബിൾ സ്റ്റെയിൻ ആണെങ്കിലോ വല്ല ഫ്രൂട്ട്സോ, അതിൻ്റെ അകത്ത് ഗൂസ്ബെറിയോ ജംബാൻസോ മൾബറിയോ, ഇതെല്ലാം സ്റ്റെയിൻ പ്രൊഡ്യൂസ് ചെയ്യും ബ്ലഡ് കളർ പോലെ. പക്ഷേ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മളൊരു മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ നോക്കുമ്പോൾ വെജിറ്റബിൾ സെൽസും ഡെട്രിയേറ്റസ്, നോൺ ലിവിങ് പർട്ടിക്കുലർ ഓർഗാനിക് മെറ്റീരിയൽ എല്ലാം കാണാം. അതർ വെജിറ്റബിൾ മാറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഈ മരത്തിലുള്ള ചെടികൾ, അതുപോലെ തന്നെ ബാർക്കുകൾ, ഹെന്ന, പാൻ ജ്യൂസ്, ഈ ടൊബാക്കോ, ഇതെല്ലാം. ഈ ഡിഫറൻഷ്യേറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കണ്ടെയ്നി ടാനിൻ കാണും അതിൻ്റെ അകത്ത്. അതുപോലെ തന്നെ ഈ ടാനിനാണെങ്കിൽ പിന്നീട് കറുത്ത കളറിലേക്ക് മാറും. എപ്പോഴാണ്? ഫെറിക് ക്ലോറൈഡ് ആഡ് ചെയ്യുമ്പോൾ. മിസലേനിയസ് ആയിട്ട് പറഞ്ഞാൽ ഗ്രീസ്, പിച്ച്, റെസിന്, ടാർ, എസ്പെഷ്യലി ഓൺ എ ഡാർക്ക് ഫാബ്രിക് മേ റിസംബിൾ ഓൾഡ് ബ്ലഡ് സ്റ്റെയിൻ. ടെസ്റ്റ് ഫോർ ബ്ലഡ് ആർ നെഗറ്റീവ്. ഇനി അടുത്തത് ഒരു എക്സാമിൻ ചെയ്യുന്ന കാര്യം. ഈ എക്സാമിൻ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് സസ്പെക്ട് ബ്ലഡ് സ്റ്റെയിൻ, വെദർ ഗിവൻ സ്റ്റെയിൻ ഇസ് ബ്ലഡ് ഓർ നോട്ട് എന്ന് മനസ്സിലാക്കുന്നത് പ്രിസംറ്റീവ് ടെസ്റ്റുകളുണ്ട്. പ്രിസംറ്റീവ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൈ സെൻസിറ്റിവിറ്റിയാണ്, ലോ സ്പെസിഫിസിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ പ്രിസംറ്റീവ് ടെസ്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ ഓൾമോസ്റ്റ് ഷുവറാണ് ബ്ലഡ് അല്ലായിരിക്കുമെന്ന്, ബിക്കോസ് ഓഫ് ഹൈ സെൻസിറ്റിവിറ്റി. ഈ ചോര നമുക്ക് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയെന്ന് ചോദിച്ചാൽ 10⁵ ഫോൾഡ് ഡൈല്യൂഷനിൽ ചെയ്യാൻ പറ്റും. ആ സീൻ ബിലോ
ദർ മേ റയർലി ബി ഫോൾസ് നെഗറ്റീവ് ടെസ്റ്റും കൊടുക്കാം. ഇഫ് ദിസ് ടെസ്റ്റ് ഈസ് പോസിറ്റീവ് കൺഫർമേറ്ററി ടെസ്റ്റ് നമ്മൾ ചെയ്യണം ബിക്കോസ് ഓഫ് ലോ സ്പെസിഫിസിറ്റി. ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്തെന്ന് ചോദിച്ചാൽ ഹീമോഗ്ലോബിൻ ഉണ്ടല്ലോ, ഹീം ഗ്രൂപ്പ് ഓഫ് ഹീമോഗ്ലോബിൻ, നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ അകത്ത് ഹീം ഗ്രൂപ്പ് ഉണ്ട്. ഹീം ഗ്രൂപ്പ്, ഈ ഹീം ഗ്രൂപ്പിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താണ് അതിൻ്റെ ആക്ടിവിറ്റി? അതിനൊരു പെറോക്സിഡേസ് ലൈക്ക് ആക്ടിവിറ്റി ഉണ്ട്. പെറോക്സിഡേസ് എന്ന് പറഞ്ഞാൽ അതിനെയാണെങ്കിൽ ഇറ്റ് ക്യാൻ സ്പ്ലിറ്റ് ഓഫ് എ നേസൻ്റ് ഓക്സിജൻ ഫ്രം ആൻ ഓക്സിഡൻറ്റ്. യൂഷ്വലി എന്ന് പറഞ്ഞാൽ 3% ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2 പെറോക്സിഡേസ് എൻസൈം ഉണ്ടല്ലോ. ഈ HBന് ഹീമോഗ്ലോബിന് പെറോക്സിഡേസ് ലൈക്ക് ആക്ടിവിറ്റി ഉണ്ട്. ഇതെന്തിന് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇതാണെങ്കിൽ നമ്മുടെ പെറോക്സിഡേസ് ലൈക്ക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ സ്പ്ലിറ്റ് ഓഫ് എ നേസൻ്റ് ഓക്സിജൻ ഫ്രം ആൻ ഓക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ പെറോക്സൈഡ് കൊടുക്കുമ്പോൾ നമ്മുടെ ഹീമോഗ്ലോബിന് ഒരു പെറോക്സിഡേസ് ലൈക്ക് ആക്ടിവിറ്റി ഉണ്ട്. ഇത് വെള്ളവും അതുപോലെ തന്നെ നേസൻ്റ് ഓക്സിജനുമായിട്ട് അങ്ങോട്ട് മാറും. ഈ നേസൻ്റ് ഓക്സിജൻ നമുക്കാണെങ്കിൽ ക്യാൻ എയ്തർ ചേഞ്ച് ഇൻ ദ കളർ ഓഫ് എ ക്രോമോജൻ. ഈ നേസൻ്റ് ഓക്സിജനാണ് പിന്നീട് ഒരു കളർ ആ ക്രോമോജൻ്റെ കളർ ചേഞ്ച് ആക്കുന്നത്. എ കളർലെസ് കോമ്പൗണ്ട് കേപ്പബിൾ ഓഫ് കൺവേർഷൻ ഇൻ ടു എ കളേർഡ് ഡൈ. ഒരു കളർ ഡൈ ആകുന്നത് അങ്ങനെയാണ്. കോസ് എ സബ്സ്റ്റൻസ് ടു എമിറ്റ് ലൈറ്റ്. അങ്ങനെയാണ് ഇത് ഒരു ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. ബേസ്ഡ് ഓൺ ദിസ് പ്രിസംറ്റീവ് ടെസ്റ്റ് നമുക്ക് 2 വിധത്തിൽ ഡിവൈഡ് ചെയ്യാം. കെമിലൂമിനസെൻറ്റും ഫ്ലൂറസെൻ്റ് ടെസ്റ്റും. മോസ്റ്റ് കോമൺലി യൂസർ റിയേജൻ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഫെനോഫ്താലിനും ലൂമിനോൾ ടെസ്റ്റും. അതുപോലെ തന്നെ താങ്ക് യു.